ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. എന്റെ സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. രോഗഭീതിയിൽ രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. രോഗഭീതിയിൽ രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടാമെന്നേറ്റവൻ യഹോവ ഈരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. ഇതുവരെ നടത്തിയോ ഏബനേസരാകയാൽ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം.
ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ വീണ്ടും നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഖ്യാപുസ്തകം 23 അധ്യായം 10 വാക്യം ഇങ്ങനെയാണ്: ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കാനല്ല എങ്കിലും ആ പ്രാർത്ഥന വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഭക്തന്മാർ മരിക്കുന്നത് പോലെ നല്ലൊരു മരണം എനിക്ക് തരണമേ, ഒരു ഭക്തൻ്റെ അവസാനം പോലെ എൻ്റെ അവസാനമാക്കി തരണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിലും ജീവിതം ദൈവഹിതപ്രകാരമല്ല എങ്കിൽ, ജീവിതം മാനസാന്തരപ്പെട്ട ഒരു ജീവിതമല്ല എങ്കിൽ, ജീവിതം യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത ഒരു ജീവിതമാണ് എങ്കിൽ ഒരിക്കലും ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കാൻ കഴിയുകയില്ല. നാം എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലും ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്താലും എത്രയെല്ലാം പുറമേ ഭക്തരായിട്ട് അഭിനയിച്ച് ജീവിച്ചാലും ഹൃദയത്തെ പരിശോധിക്കുന്നവൻ നോക്കുമ്പോൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധിയിലല്ല എങ്കിൽ നമുക്ക് നല്ലൊരു മരണം കിട്ടുകയില്ല. ഇവിടെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ എന്ന്. ചാൾസ് സ്പർജൻ, പ്രസംഗരുടെ പ്രഭു എന്നാണ് അറിയപ്പെടുന്നത്, അദ്ദേഹം പറയുകയുണ്ടായി, മരിക്കാനുള്ള ഒരുക്കം എന്നുള്ളത് ജീവിക്കാനുള്ള ഒരുക്കമാണ് എന്ന്. മരിക്കാനുള്ള ഒരുക്കം എന്നുള്ളത് നിത്യജീവന് വേണ്ടി ജീവിക്കാനുള്ള ഒരുക്കമാണ് എന്ന്, നിത്യതയ്ക്കായി തയ്യാറെടുക്കലാണ് എന്ന്. പ്രിയമുള്ളവരെ, മരിക്കാനായിട്ട് നാം ഒരുങ്ങുന്നത് സ്വർഗത്തിൽ നിത്യനായ ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ക്രിസ്തുവിനെ അനുഭവിക്കുന്ന വ്യക്തിക്ക് എപ്പോൾ മരണം കടന്നു വന്നാലും അവൻ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് അറിയാതെ അവൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഒരു ശുശ്രൂഷകൻ ആ സഭയിലെ ഒരു ഭക്ത രോഗിയായിട്ട് കിടക്കുന്നത് അറിഞ്ഞ് കാണാൻ വന്നതാണ്. അപ്പോൾ ആ ശുശ്രൂഷകൻ വന്ന് അല്പനേരം ഇരുന്നതിന് ശേഷം ആ സ്ത്രീയുടെ മുഖമെല്ലാം കണ്ടിട്ട്, ആ സ്ത്രീയുടെ വേദനയുള്ള അവസ്ഥയെല്ലാം കണ്ടിട്ട് ആ ശുശ്രൂഷകൻ ചോദിച്ചു, നിങ്ങൾ മുങ്ങുകയാണോ എന്ന് ചോദിച്ചു. അവിശ്വസനീയമായ രീതിയിൽ ആ സ്ത്രീ ആ ശുശ്രൂഷകൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്പം ഒന്ന് എഴുന്നേറ്റ്, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ചാരിയിരുന്നു. എന്നിട്ട് വീണ്ടും ആ ശുശ്രൂഷകൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ശുശ്രൂഷകൻ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മണലിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ മുങ്ങിപ്പോയാനെ, പക്ഷേ ഞാൻ നിൽക്കുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിലാണ് ഞാൻ നിൽക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഞാൻ മുങ്ങുന്നത് എന്ന് ആ സ്ത്രീ ആ ശുശ്രൂഷക്കാരോട് ചോദിക്കുകയുണ്ടായി. എന്തൊരു പ്രാഗൽഭ്യമാണ്, എന്തൊരു പ്രത്യാശയാണ്! അതുവരെ അനുഗമിച്ചതായ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, ഞാൻ നിൽക്കുന്ന യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിലാണ് എന്ന്. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മൾക്ക് വചനം കേൾക്കുന്നുണ്ട്, നമ്മൾ കൂട്ടായ്മയിൽ മുടങ്ങാതെ വരുന്നുണ്ടാകാം, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് ഒരു അത്യാഹിതം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞാൻ ഉറപ്പുള്ള ക്രിസ്തുവിലാണ് നിൽക്കുന്നത്, ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ഒരിക്കലും മുങ്ങുകയില്ല എന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിന് മഹത്വം. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന്. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില ഭക്തന്മാരുടെ പ്രാർത്ഥനകളുണ്ട് ബൈബിളിൽ. മരിക്കാനായിട്ട് തയ്യാറായി, മരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. 2 പേരുടെ പ്രാർത്ഥനകൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 അധ്യായം 29 വാക്യം. അതിങ്ങനെയാണ്: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നുവല്ലോ. അത് പ്രാർത്ഥിക്കുന്നത് ഭക്തനായ ശിമയോൻ എന്ന് പറയുന്ന ഒരു പുരുഷനാണ്. യെരുശലേമിൽ പാർക്കുന്ന ശിമയോൻ, നല്ല വാർദ്ധക്യത്തിലുള്ള ശിമയോൻ, കർത്താവായി യേശു കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്: ഇപ്പോൾ നാഥ, നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നുവല്ലോ. ഒരു സമാധാനമായ ഒരു വിടവാങ്ങൽ പ്രാർത്ഥനയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പീസ്ഫുൾ ഡിപ്പാർച്ചർ. ഇന്ന് മനോഹരമാണ്.
ഈ ഭൂമിയിലെ വേലയെല്ലാം തികച്ച്, ഓട്ടമെല്ലാം തികച്ച്, വിശുദ്ധിയെ തികച്ച്, സ്തുതിയെ തികച്ചുകൊണ്ട് മനോഹരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് കടന്നു പോകാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ശിമയോൻ പ്രാർത്ഥിക്കുകയാണ്, മരിക്കാൻ ഒരുങ്ങിക്കൊണ്ട്, മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതൊരു നിരാശയുടെ പ്രാർത്ഥനയല്ല, അതെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ട് ഭയന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല. എന്തെങ്കിലും വിഷയങ്ങളോ അത്യാഹിതങ്ങളോ വരുമ്പോൾ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പലരും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ഭക്തനുണ്ട് വേദപുസ്തകത്തിൽ. അതിശക്തനായ പ്രവാചകനായ ഏലിയ പ്രവാചകൻ ഒരിക്കൽ അങ്ങനെ പ്രാർത്ഥിച്ചു. നമുക്ക് എടുക്കാം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19 അധ്യായം 4-ാം വാക്യം. അവിടെ മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. വാസ്തവത്തിൽ അതൊരു ഒളിച്ചോട്ടമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള പ്രവാചകനാണ്. ആത്മാവിന്റെ നിറവുള്ള പ്രവാചകൻ അതിശ്രേഷ്ഠമായ ശുശ്രൂഷകളെല്ലാം ചെയ്തതിന് ശേഷം ഒരിക്കൽ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ മതി, ഞാൻ ഇനി മരിക്കട്ടെ. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. താനോ മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ നീ എടുത്തുകൊള്ളണമേ എന്ന് ഭയന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ഈ പ്രവാചകൻ? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്ന പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അതിശക്തനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. കർമ്മേലിൽ തീ ഇറങ്ങുവാൻ വേണ്ടിയിട്ട് ദൈവം എടുത്തുപയോഗിച്ച പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. പ്രിയമുള്ളവരെ, അവിടെ വിഗ്രഹാരാധികളായ ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ആഹാബ് രാജാവിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആകാശത്ത് നിന്ന് തീയിറക്കി യാഗവസ്തുവിനെയും തോട്ടിലെ വെള്ളമെല്ലാം വറ്റിച്ച് ദഹിപ്പിച്ച് വിറകെല്ലാം കത്തിച്ച് കളഞ്ഞ പ്രവാചകനാണ്. ദൈവമാണ് അത് അത്ഭുതം ചെയ്തത്. പക്ഷെ ആ പ്രവാചകനിൽ നിന്നുകൊണ്ടാണ്, ആരെയും ഭയക്കാതെ നിന്ന പ്രവാചകൻ. ഈ 450 പ്രവാചകന്മാരെയും യഹോവയുടെ നാമത്തിൽ കൊന്നുകളഞ്ഞ പ്രവാചകൻ. എന്നാൽ ആഹാബ് രാജാവിൻ്റെ ഭാര്യയായ ദുഷ്ടയായ ഇസബേൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയപ്പോൾ, ഞങ്ങളുടെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതുപോലെ നിന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. മരുഭൂമിയിലേക്ക് ഓടിപ്പോയിട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിടുന്നുകൊണ്ട് മരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ അത്യാഹിതം വരുമ്പോൾ മരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, മരിക്കത്തക്കതായ രോഗം വന്നപ്പോൾ, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വേർപാടുകൾ വന്നപ്പോൾ, നമ്മുടെ മക്കളുടെ അനുസരണക്കേടുകൾ വന്നപ്പോൾ, ജീവിത പങ്കാളി നമ്മളോട് മറുതലിക്കുന്നത് കണ്ടപ്പോൾ, നമുക്കെതിരായിട്ട് നിന്നപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സ്നേഹിതന്മാർ പോലും നമ്മളെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളിൽ, പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സന്ദർഭമെല്ലാം ക്രിസ്തുഭക്തന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, കൂട്ടായ്മക്കാർ തള്ളിപ്പറഞ്ഞപ്പോൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് വിചാരിച്ചവരാരെങ്കിലും ഉണ്ടോ? ഒരു സ്ത്രീ ഒരു ഭക്തയോട് പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? ആ സ്ത്രീയെ സുവിശേഷ യോഗത്തിലേക്ക് ക്ഷണിച്ചതാണ്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചപ്പോൾ, അകാലത്തിൽ മരിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? അപ്പോൾ ഭക്തയായ സ്ത്രീ വളരെ വിനയത്തോടെ പറഞ്ഞു, ആ ദൈവത്തിൻ്റെ മകൻ മരിച്ചപ്പോൾ, കുരിശിൽ കിടന്ന് പടഞ്ഞപ്പോൾ ആ ദൈവം എവിടെയായിരുന്നു? അവിടെ തന്നെയായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ ദൈവം നമുക്കൊരു അനർത്ഥം വരുത്തുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളിൽ അവകാശം പറഞ്ഞുകൊണ്ട്, അശുദ്ധിയിലും അഹങ്കാരത്തിൽ അവകാശം പറഞ്ഞുകൊണ്ട്, ലോകസ്നേഹത്തിൽ അവകാശം പറഞ്ഞുകൊണ്ട് ഒരു കൊടിയ ദുഷ്ടനായ സാത്താനാണ് നമ്മുടെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവമല്ല, കർത്താവായ യേശുവല്ല, അവനെ പഴിക്കല്ലേ. ദൈവത്തിന് മഹത്വം. പക്ഷെ ദൈവം അത് നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ സമർപ്പണമുള്ളവരായിരിക്കണം. മനസ്സറിഞ്ഞ ജീവിതത്തിൽ ഒരു പാപം വരികയില്ല എന്ന് തീരുമാനമുള്ള വ്യക്തിയായിരിക്കണം. ഇവിടെ ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ ഏലിയ പ്രവാചകൻ അറിയാൻ പാടുണ്ടോ ഇനി അനേകം ഓട്ടം ഓടുവാനുണ്ട് എന്ന്? പ്രിയമുള്ളവരെ, ഇവിടെ ശിമയോൻ പ്രാർത്ഥിക്കുന്നത് ഓട്ടം ഓടി തികച്ചതിന് ശേഷമാണ്, വേല തികച്ചതിന് ശേഷമാണ്, സ്തുതിയെ തികച്ചതിന് ശേഷമാണ്, വിശുദ്ധിയെ തികച്ചതിന് ശേഷമാണ്. എന്നാൽ ഏലിയ പ്രവാചകൻ ഓട്ടം തികച്ചിട്ടല്ല അങ്ങനെ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിടുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ഭയപ്പാട് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓട്ടം ഓടി തികച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറയും, ഇപ്പോൾ ഞാനിതാ യെരൂശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ
അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്താണ് ആഗ്രഹം? എൻ്റെ ഓട്ടം തികയ്ക്കണം, എൻ്റെ ശുശ്രൂഷ തികയ്ക്കണം. ഏലിയ പ്രവാചകൻ അത് പ്രാർത്ഥിക്കുമ്പോൾ ദൂതം വന്ന് കനൽ ചുട്ട അടയുമായിട്ട് വന്ന് വെള്ളവുമായിട്ട് വന്ന് ഉറങ്ങിക്കിടക്കുന്ന ഏലിയാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന്. ഏലിയ പ്രവാചകൻ അങ്ങനെ കിടന്നപ്പോൾ ഏലിയ പ്രവാചകൻ അറിഞ്ഞില്ല ദൈവത്തിന് ഇനിയും വൻ കാര്യങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് ചെയ്യിക്കാനുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മനോഹരമായ കാഴ്ച കാണാൻ പോവുകയാണെന്ന് അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ചുഴലിൽ കാറ്റിൽ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയുന്നില്ല. അങ്ങനെ മനോഹരമായ ദൈവിക വെളിപ്പാടുകളെല്ലാം നടക്കാനിരിക്കുകയാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏതൊരു ഭാഗത്തെത്തിയപ്പോൾ പറയുന്നത്, ഭയപ്പാടുകൊണ്ട് പറയുന്നത്, എന്നെ എടുക്കാമോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത്യഹിതങ്ങൾ വന്നേക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നേക്കാം. ഇന്നലെ നടന്ന ഒരു നിസ്സാരമായൊരു കാര്യം ഞാൻ പറയാം. എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു ഡോക്യുമെൻ്റ് ഏൽപ്പിച്ചു. കുറച്ച് നാൾക്ക് മുമ്പാണ്. ഞാനത് വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചു. അദ്ദേഹം തിരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതെടുത്ത് വാഹനത്തിൽ വെക്കുകയും ചെയ്തതാണ്. എന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഒരാഴ്ച താമസം വന്നു, അദ്ദേഹവുമായിട്ട് കാണാനായിട്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഷോപ്പിൽ വന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്യുമെൻ്റ് നോക്കിയപ്പോൾ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ എൻ്റെ കട മുഴുവനും പരിശോധിച്ചു, എൻ്റെ വീട് മുഴുവൻ പരിശോധിച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എവിടെ പോയി എന്നറിയാൻ പാടില്ല. ഞാൻ എൻ്റെ വാഹനത്തിൽ വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. പക്ഷേ എവിടെയാണ്? ഞാൻ അന്നാലും വീടൊക്കെ പരിശോധിച്ച് നോക്കി. കർത്താവേ ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. കാരണം അത് വിലപ്പെട്ട ഡോക്യുമെൻ്റാണ്, അതെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. ഞാൻ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ദൈവത്തിലെന്നുള്ള എൻ്റെതായ വിശ്വസ്തത എന്തായിരിക്കും? ഞാൻ പരിശോധിച്ചു, കർത്താവേ നിൻ്റെ ദാസൻ ലജ്ജിതനാവാൻ സമ്മതിക്കരുതേ എന്ന്. പ്രിയമുള്ളവരെ, വളരെ അത്ഭുതകരമായിട്ട് വെച്ച സ്ഥലത്ത് ഒരു പഴുതുണ്ടായിരുന്നു വണ്ടിയുടെ ഡാഷ്ബോർഡിൽ, അതിനിടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദൈവം അത് കാണിച്ചു തന്നു. പ്രിയമുള്ളവരെ, ലജ്ജിതനാവാൻ ദൈവം സമ്മതിച്ചില്ല. ഞാൻ പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്നാൽ എത്രയോ അനർത്ഥങ്ങളിൽ നിന്നാണ് കർത്താവ് എന്നെ വിടുവിച്ചത്. ദൈവത്തിന് മഹത്വം. എൻ്റെ ആത്മീയ ജീവൻ തന്നെ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് അസ്തമിച്ചു എന്ന് തോന്നിയ സമയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ കൂട്ടായ്മയിൽ വന്നപ്പോൾ സഹോദരങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ ഞാൻ ആകെ മടുത്തുപോയ അവസ്ഥയുണ്ട്. ഞാൻ ചിന്തിച്ചു എല്ലാം തീർന്നു എന്നാണ് ചിന്തിച്ചത്. എന്നാൽ അവിടെ നിന്ന് ഇനിയും അനേക ആത്മാക്കളെ നേടാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. എളുപ്പത്തിൽ വാടിപ്പോകുന്ന സ്വഭാവമുള്ളവരായിരിക്കാം, പെട്ടെന്ന് പതറിപ്പോകുന്ന സ്വഭാവമുള്ളവരായിരിക്കാം. എന്നാൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്ന പോലെ, ബലഹീനതയിൽ ശക്തി തികഞ്ഞു വരുന്നെന്ന് പറയുന്ന പോലെ യേശുവിൽ ആശ്രയിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രോഗിയായിട്ട് കിടക്കുന്ന ഒരു സഹോദരിയെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അവർ രോഗിയായിട്ട് അത്യസന നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എൻ്റെ യേശുവിനെ കാണണമെന്ന്. അവരുടെ ഭർത്താവിനെ കുറിച്ച് അവർക്ക് ആകുലതയില്ല, അവരുടെ മക്കളെക്കുറിച്ച് അവർക്ക് ആകുലതയില്ല, അത്ര വലിയ പ്രായമൊന്നുമില്ല. പ്രിയമുള്ളവരെ, അവർ പറയുകയാണ്, എനിക്ക് എൻ്റെ യേശുവിനെ കാണണമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പലരും നല്ല ഒരുക്കത്തിൽ തന്നെയാണ്. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് എന്ന്? ഈ മരണമെന്ന ഒരു വാതിലാണ്. ദൈവത്തിന് മഹത്വം. സ്വർഗത്തിലെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു വാതിൽ. ഈ വാതിൽ കൂടെ പ്രവേശിച്ചാൽ സന്തോഷമാണ് ഭക്തന്മാർക്ക്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞങ്ങൾ പോകുന്നത് അപ്പൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ സ്വന്തം ചായൽ രൂപത്തിൽ സൃഷ്ടിച്ച ഞങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്കാണ്. ആ സ്വർഗത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ ദൈവം ഞങ്ങൾക്ക് തന്നത്. ഇത്രയെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ട് ഞങ്ങൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷമെന്ന്. ദൈവത്തിന് മഹത്വം. ഇവിടെ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു അവിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്. എന്നാൽ ഇവിടെ ശിമയോൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. 2-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെയും, ദൈവത്തിന് മഹത്വം. അവിടെ പീസ്ഫുൾ ഡിപ്പാർച്ചറിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായ ഭക്തൻ അങ്ങനെ പറയാൻ കാരണം തന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറപ്പെട്ടു എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ശിമയോനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം? പ്രിയമുള്ളവരെ, അതിനു മുമ്പായിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറിയതിനു ശേഷം വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമ്മുടെ മരണമെന്ന് അറിയാൻ പാടില്ല.
എപ്പോഴാണ് കർത്താവ് രണ്ടാമത് വരുന്നതെന്ന് അറിയാൻ പാടില്ല. ഇത് രണ്ടും അപ്രതീക്ഷിതമായ സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. മരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കണം. എന്നാൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ദൈവിക ഉദ്ദേശം നിറവേറിയതിനു ശേഷം വേണം പോകാനായിട്ട്. നാം ജനിക്കുന്നു, ഈ ഭൂമിയിൽ ശൈശവപ്രായത്തിലൂടെ കടന്നു പോകുന്നു, ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോകുന്നു, പ്രിയമുള്ളവരെ വാർദ്ധക്യത്തിലാകുന്നു, നാം മരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു, നമ്മൾ ഒരു ജോലി അന്വേഷിക്കുന്നു, ഒരു വീട് വയ്ക്കുന്നു, ഒരു വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, ഒരു പക്ഷേ വൈകുന്നുവെങ്കിൽ കൊച്ചുമക്കളെയും കാണുന്നു. ഇതിലെവിടെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുന്നത്? ഇതിലെവിടെയാണ് ദൈവിക ഉദ്ദേശം നിറവേറപ്പെടുന്നത്? പ്രിയമുള്ളവരെ, എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് അറിയണമെങ്കിൽ ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ ശിമയോൻ പറയുകയാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവമയച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ പരിചയപ്പെടുക, യേശുവിനെ കണ്ടുമുട്ടുക, ആ യേശുവിനെ സ്വന്തമാക്കുക, ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക. തീർന്നില്ല, ആ യേശുവിനെ അനുഭവിച്ച് ജീവിക്കുക. ആ യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തെ ഈ ഭൂമിയിൽ അനുഭവിക്കുക, പുത്രനായ യേശുവിനെ ഈ ഭൂമിയിൽ അനുഭവിക്കുക, രക്ഷകനായി അനുഭവിക്കുക. അവൻ രക്തം എൻ്റെ സകലവിധ പാപവും മോചിച്ചിരുന്ന രക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നിട്ട് പോയി പാപം ചെയ്യുക എന്നുള്ളതല്ല, എന്നിട്ട് പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക, ആത്മനിറവിൻ്റെ ജീവിതം നയിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവം, നീതിയോടുകൂടി ജീവിക്കുന്ന ജീവിതം, വിശുദ്ധനായിട്ട് ജീവിക്കുന്ന ജീവിതം, അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ജീവിതം. അങ്ങനെയാണോ നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നടന്നു? പ്രിയമുള്ളവരെ, ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതമാണ് നയിക്കുന്നത്. കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുന്ന അനേകരുണ്ട്, എന്നാൽ യേശുവിനെ അനുഭവിക്കുന്നവർ തുലവും ചുരുക്കമാണ്. ഈ യേശുവിനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ യേശുവിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്നവർ തുലവും ചുരുക്കമാണ്. യേശുവിൻ്റെ മനസ്സുള്ളവർ ചുരുക്കമാണ്. ബലഹീനരായ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്, കർത്താവേ, പറയുന്ന യേശുവിനെ അനുഭവിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവം പ്രാപിച്ചുകൊണ്ട് വേണം പോകാനെന്ന്. പ്രിയമുള്ളവരെ, ഞങ്ങളെല്ലാം യോഗ്യന്മാരായി എന്നല്ല, ഞങ്ങൾ വിശുദ്ധരായി എന്നുമല്ല പറയുന്നത്. എന്നാൽ വിശുദ്ധിക്കായിട്ടുള്ള ആഗ്രഹം ഉള്ളത്തിൽ തീക്ഷ്ണമായ ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം തെറ്റുപറ്റാതെ ജീവിക്കണം എന്ന് മാത്രമല്ല, എൻ്റെ കർത്താവിൻ്റെ മുഖം കറക്കാൻ പാടില്ല, എൻ്റെ കർത്താവ് ഞങ്ങളെ ഓർത്ത് വിഷമിക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ദൈവം മനോഹരമായ ഒരു കൂട്ടായ്മയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന കൂട്ടായ്മയിൽ നമ്മളെ ആക്കിയതിന് നമുക്ക് നന്ദിയുണ്ടോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. ശിമയോനെ കുറിച്ചുള്ള ഉദ്ദേശം അവിടെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ യഹൂദന്മാര് മരിക്കുന്നതിന് മുമ്പ് മശിഹായെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവർ പ്രാർത്ഥിച്ചിരുന്നു. യഹൂദന്മാരെല്ലാവരും അവർ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളെന്തെങ്കിലും ഇസ്രായേലിൻ്റെ നന്മയെ കാണുമോ, ഇസ്രായേലിൻ്റെ അനുഗ്രഹത്തെ കാണുമോ, ഇസ്രായേലിൻ്റെ സമാധാനം കാണുമോ എന്നവർ പ്രാർത്ഥിച്ചിരുന്നു. പ്രിയമുള്ളവരെ, പലരും കാണാൻ ആഗ്രഹിച്ചിരുന്നു മശിഹായെ. എല്ലാവരും മശിഹായെ നോക്കി പാർത്താണ് ഇരുന്നത്. തങ്ങളെ വിടുവിക്കാൻ വരുന്ന മശിഹായെ കാത്തിരുന്നവരാണ്. അങ്ങനെ കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശിമയോൻ. ആ ശിമയോനോട് ഒരിക്കൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അവനെ കണ്ടിട്ടല്ലാതെ മരിക്കുകയില്ല, നീ കാത്തിരുന്ന മശിഹായെ നീ കാണും, അതിനുള്ള ഭാഗ്യം നിനക്ക് കിട്ടും, അനേക പ്രവാചകന്മാർക്ക് കിട്ടാത്ത ഭാഗ്യം നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാട് ഈ ശിമയോനുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനോട് ചേർച്ചയുള്ളൊരു വാക്യമുണ്ട്, വായിക്കാം. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, തന്നെ അനുഗമിക്കുന്നവരെ നോക്കി പറയുകയാണ്, സകലതും ത്യജിച്ച് യേശുവിന് പിന്നാലെ ഇറങ്ങിയവരെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും
നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് മഹത്വം. മശിഹായെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ നിങ്ങളുടെ മുമ്പാകെ മശിഹ നിൽക്കുകയാണ്. ദൈവത്തിന്റെ സ്വർഗീയ വചനവുമായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുമായിട്ട് നിൽക്കുകയാണ്. ആശ്വാസം തരുവാൻ വരുന്ന മശിഹ നിൽക്കുകയാണ്. രക്ഷ തരുവാൻ വന്ന മശിഹ നിൽക്കുകയാണ്. ഭൂതബാധയിൽ നിന്ന് വിടുവിക്കാൻ വരുന്നതായ മശിഹ നിൽക്കുകയാണ്. ശാപങ്ങളും ബന്ധനങ്ങളും അഴിക്കുവാൻ, ശത്രുവിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് മശിഹ നിൽക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കല്ലയോ അതിനുള്ള ഭാഗ്യം കിട്ടിയത് എന്ന്. വീണ്ടും 1 പത്രോസ് 1:10-11 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് അവർക്ക് വെളിപ്പെട്ടു. അവർ മരിക്കുന്നതിന് മുമ്പേ അവർക്ക് ബോധ്യപ്പെട്ടു, തങ്ങൾ കാത്തിരുന്ന മശിഹായെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദൈവത്തിന് മാത്രം വരുവാനിരിക്കുന്ന തലമുറയ്ക്കാണ് അത് കാണുവാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ട് ഭാഗ്യമുള്ളത് എന്ന്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെ കാണുന്നുണ്ടോ? നിങ്ങൾ യേശുവിനെ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ യേശു തരുന്നതായ അത്ഭുത മാനസാന്തരം നിങ്ങൾ അനുഭവിച്ചുവോ? രക്ഷയുടെ ഗീതം നിങ്ങളുടെ നാവിന്മേൽ വരാൻ തുടങ്ങിയോ? നിങ്ങൾ കർത്താവ് ഊതിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ? നിങ്ങൾ യേശുവിനെ അനുഭവിക്കുന്നവരോ? യേശു തരുന്നതായ സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, എൻ്റെ 19-ാമത്തെ വയസ്സിലാണ് എൻ്റെ ജീവിതം ഞാൻ യേശുവിനായിട്ട് സമർപ്പിച്ചത്. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ 26-27 വർഷങ്ങളായിട്ട് ദൈവം എന്നെ അതിമനോഹരമായിട്ട് നടത്തുകയാണ്. യേശുവിനെ എനിക്ക് അനുഭവമാണ്. കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ യേശു എന്നെ ആശ്വസിപ്പിക്കുന്നത്, യേശു എന്നെ സമാധാനത്തോടെ തലോടുന്നത് എനിക്ക് അനുഭവമാണ്. ഞാൻ രോഗിയായിട്ടിരുന്ന സമയത്ത് എൻ്റെ രോഗക്കിടക്കയിൽ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിനെ നിങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ ശിമയോന് ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ കിട്ടാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് അത് കിട്ടണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:25 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ഒരു സമാധാനപരമായ ഒരു വിടവാങ്ങൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം നീതിമാനായിരുന്നു. 1, നീതിമാനായിട്ട് ജീവിക്കണം. 2, അവൻ ഇസ്രായേലിലെ ആശ്വാസത്തിനായിട്ട് കാത്തിരുന്നവനായിരുന്നു. മശിഹായ്ക്കായിട്ട് കാത്തിരുന്നവനായിരുന്നു. അങ്ങനെ മശിഹായ്ക്കായിട്ട് കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ മശിഹായെ കാണാതെ മരിക്കുകയില്ല എന്ന്. ഇനി കേൾക്കണമോ പ്രിയമുള്ളവരെ? അങ്ങനെ നീതിയോടെ ജീവിച്ചാൽ, യേശുക്രിസ്തുവിനായിട്ട് കാത്തിരുന്നാൽ, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ട് മാറിയാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകും. തുടർന്നുള്ള വാക്യം വായിക്കുക. 26-ാം വാക്യം. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക്, ദൈവത്തിൽ വിശ്വസിച്ച് നീതിയുള്ള ജീവൻ നയിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടുണ്ടാകും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടുണ്ടോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് അരുളപ്പാട് ലഭിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ദാഹിക്കണം, അതിനായിട്ട് പ്രാർത്ഥിക്കണം. വെറുതെ ഒരു പൊത്തുപുറത്ത് കൂട്ടായ്മക്കാരനായിട്ട് ജീവിച്ചുകൊണ്ട് കാര്യമായില്ല പ്രിയമുള്ളവരെ. ദൈവം തരുന്നതായ നന്മകൾ ഈ ഭൂമിയിൽ വെച്ച് ദൈവം തരുന്നതായ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കണം. അവന് പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടുണ്ടായിരുന്നു, നീ ക്രിസ്തുവിനെ കാണുമെന്ന്. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ അവൻ ഭവനത്തിലിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ ഉത്സാഹിപ്പിക്കാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റു. വാർദ്ധക്യത്തിലാണ്, നല്ലതുപോലെ വാർദ്ധക്യത്തിലാണ്. അവൻ എഴുന്നേറ്റു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പോൾ നീ യെരുശലേം ദേവാലയത്തിലേക്ക് പോകണം. മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? യൗസേപ്പ് പിതാവും പരിശുദ്ധ മാതാവും 40 ദിവസം മാത്രം പ്രായമായ യേശു കുഞ്ഞിനെയുമായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. കടിഞ്ഞൂലായ ആണൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ കുറുപ്രാവിനെ അർപ്പിക്കാൻ വേണ്ടിയിട്ട് യേശു കുഞ്ഞിനെയുമായിട്ട് ദേവാലയത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് അവനെ നിയോഗം കൊടുക്കുകയാണ്, നീ വേഗം എഴുന്നേൽക്കൂ, നീ കാത്തിരുന്നത് സംഭവിക്കാൻ പോവുകയാണ് ശീമോനെ, നീ വേഗം എഴുന്നേൽക്കൂ. ഈ യെരുശലേം ദേവാലയത്തിലേക്ക് ശീമോൻ വെപ്രാളപ്പെട്ട് ചെല്ലുകയാണ്. യെരുശലേം ദേവാലയത്തിൽ മാതാവും യോസേപ്പ് പിതാവും കൊണ്ട് നിൽക്കുമ്പോൾ ശീമോനോട് ചെന്ന് ദൈവത്തിൻ്റെ അടുത്ത അരുളപ്പാടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദാ ഒരു പുരുഷനും ഒരു സ്ത്രീയെ നിൽക്കുന്നത് കണ്ടു, അവരുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കണ്ടുവോ?
ആ കുഞ്ഞിനെ നീ കയ്യിലേന്തിക്കൊള്ളുക. അവനെയാണ് നീ കാണാൻ ഇത്രയും കാലം ആഗ്രഹിച്ച് കാത്തിരുന്നത്. അവനാണ് മശിഹായ എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാട് പ്രകാരം, നിയോഗപ്രകാരം ശിമോൻ മാതാവിൻ്റെ അടുക്കലേക്ക് എന്ന് ആ കുഞ്ഞിനെ കയ്യിലേന്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നുവല്ലോ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇനി ഞാൻ പോയിക്കോട്ടെ, എന്നെ കുറിച്ചുള്ള ഉദ്ദേശം നിറവേറിയല്ലോ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രവചനമാണ്, പിന്നെ അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പിന്നെ സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് ഈ മഹത്വമേറിയ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ ഉറങ്ങി സമാധാനത്തോടെ നിത്യതയിൽ എഴുന്നേൽക്കണമെങ്കിൽ എന്തു വേണം? ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കണം. നിങ്ങൾ നിരപ്പ് പ്രാപിച്ചു, സമാധാനത്തോടെ ഉറങ്ങി, സമാധാനത്തോടെ നിത്യജീവൻ്റെ ദൈവത്തിന് മഹത്വം നിത്യതയിൽ പിതാവായ ദൈവത്തെ കണ്ടുകൊണ്ട് കണ്ണുകൾ തുറക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ ഉണക്കാം, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവപുത്രൻ്റെ മരണത്താൽ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കണം. പ്രിയമുള്ളവരെ, അത് നമുക്ക് അവകാശമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണുകളെ അടച്ചുകൊണ്ട് കുരിശിൻ ചോട്ടിലേക്ക് വന്നാൽ ദൈവത്തിന് മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. കർത്താവേ, ആ കുരിശിൽ കിടക്കുന്ന ആ യേശുവിനെ കണ്ടുകൊണ്ട് പറയണം, കർത്താവേ, എൻ്റെ പിതാവുമായ ദൈവവുമായിട്ട് എനിക്ക് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദൈവം അയച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കുരിശിൽ കിടക്കുന്നത്. ആ യേശുവിൽ എനിക്ക് അവകാശമുണ്ട്. അവൻ്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ആ രക്തത്തിൽ എനിക്ക് അവകാശമുണ്ട്. ഈ രക്തമാണ് എന്നെ കഴുകുന്നത്. ഈ രക്തമാണ് എൻ്റെ പാപം മോചിച്ചു തരുന്നത്. ഈ രക്തമാണ് എൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നത്. ഈ രക്തമാണ് എൻ്റെ ബന്ധനങ്ങൾ അഴിക്കുന്നത്. ഈ രക്തമാണ് എൻ്റെ നിത്യജീവന്റെ ആ വിഹായസിലേക്ക് എന്നെ അടുപ്പിക്കുന്നത്. ഈ രക്തമാണ് എൻ്റെ സകല ബന്ധനങ്ങളും അഴിച്ച് ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതി ചേർക്കുന്നത്. കർത്താവേ, നിന്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ പാപശാപ ബന്ധനങ്ങൾ അഴിക്കണമേ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പിശാചിന് അവകാശമുള്ള പാപം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അശുദ്ധി ഉണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ, കോപമുണ്ടെങ്കിൽ, നീരസമുണ്ടെങ്കിൽ, ലോകസ്നേഹമുണ്ടെങ്കിൽ, എൻ്റെ പിതാവിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ കർത്താവേ, അറക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കണമേ, ഞങ്ങളുടെ ശാപങ്ങൾ നീക്കണമേ, ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. നല്ലൊരു പീസ്ഫുൾ ഡിപ്പാർച്ചറിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം തരണമേ. കർത്താവേ, നിത്യജീവന് വേണ്ടിയിട്ട് ഉറപ്പാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഒരുക്കണമേ. സകലതും ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ ഘട്ടത്തിന് നിർമാറാകണമേ. ആമേൻ.